ചാനൽ. ഇന്നൊരു ഫ്രഷ് കണ്ടൻ്റ് ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാണ്. ഏകദേശം 8 മണിയൊക്കെ ആയാണ് എണീറ്റത്. പിന്നെ പല്ലത്തപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ഈ ഒരു ടൈമായി വീഡിയോ എടുത്തു. പിന്നെ കുറേ ആയി വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അതും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യം ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഇൻട്രോ ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലെ കൂടിയൊക്കെ ഒന്ന് നടന്ന് വീഡിയോസൊക്കെ എടുത്ത് ആ ടൈമിൽ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റുമ്പോൾ തുടങ്ങാം. പത്തിരിയും വാജിക്കറിയുമാണത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വന്നു. എൻ്റെ റൂമിൻ്റെ കോലം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്നലെ രാത്രി നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയും വർക്കും ഉണ്ട്. വർക്കിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇനി ഇത് ചെയ്യാനുണ്ട്. പിന്നെ ഈ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണം. അതാണ് ഞാൻ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത്. കാരണം മൊത്തത്തിൽ അലങ്കോലമൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ബെഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിച്ച് വർക്കുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ഈ റൂമിൽ തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എവിടെയും സാധനമൊക്കെ വലിച്ചു വരട്ടെ. ഇന്നലെ ഞാൻ കിടന്നത് വേറൊരു റൂമിലാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് 2 ടേബിളുണ്ട്. ഒന്ന് ഈ റൂമിലുള്ള ഒരു ടേബിളും പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു വേറൊരു ടേബിളും ഉണ്ട്. അതിലേക്കാണ് ഈ ഇതുപോലത്തെ ഗ്ലൂ ഗണ്ണ്, സ്റ്റിക്സ് അതൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെ റൂമിലുള്ള ടേബിളിൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അർജൻറ്റായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതൊക്കെ എനിക്കിപ്പം വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു ഹാമ്പർ, 2 ഹാമ്പർ ഇനി ചെയ്യാണ്ട്, പിന്നെ കുറച്ച് ഫ്രെയിംസ് ചെയ്യാണ്ട്. അപ്പോൾ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നത്. ഇതൊക്കെ ഞാനൊരു സ്ക്രാപ്പ് ബുക്ക് ചെയ്തതിൻ്റെ അവശേഷിപ്പുകളാണ്. താഴത്തുള്ള സ്റ്റിക്കേഴ്സൊക്കെ കാണുന്നത് താങ്ക് യു നോട്ട്സാണ്. അപ്പം പാക്ക് ചെയ്തുന്ന സമയത്ത് വെച്ച താങ്ക് യു നോട്ട്സും എല്ലാം ഈ ബെഡ്മേലാണുള്ളത്. അങ്ങനെ ആദ്യം ബെഡിലുള്ള എല്ലാം എടുത്തിട്ട് ഞാൻ ടേബിൾ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടേബിൾ മൊത്തത്തിലൊന്ന് എനിക്കൊരു റീഓർഗനൈസ് ചെയ്യണം. കാരണം ടേബിളിൻ്റെ ഉള്ളിലും നിങ്ങൾ കണ്ടില്ലേ, മൊത്തത്തിൽ വാരി വെച്ചിട്ടാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നന്നാക്കിയേ വേണം ഈ ബെഡ് നന്നാക്കണം. അപ്പോൾ ബെഡിലുള്ളതൊക്കെ എടുത്ത് ടേബിളിലേക്ക് ഞാൻ വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബുക്കറ്റ്സും പിന്നെ അതുപോലത്തെ കട്ട് ചെയ്യുന്ന സാധനവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇനി ഈ വലിപ്പിലത്തും കൂടി എടുത്തിട്ട് ടേബിളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് നന്നാക്കാം. അപ്പോൾ ആദ്യം വലിപ്പിൽ ഈ ഒരു റിബണൊക്കെ എല്ലാം അലങ്കോലമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ റിബണൊക്കെ ഒന്നുകൂടി ചുറ്റിയിട്ട് വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റാണ്. അങ്ങനെ വലിപ്പും കാലിയാക്കിയെല്ലാം ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം. കാരണം സ്റ്റിക്കേഴ്സും എല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സാധനം വെച്ചത് എവിടെയാണെന്നൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല. അർജൻറ്റായിട്ട് എന്തെങ്കിലും വർക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ മൊത്തത്തിൽ തപ്പി നടക്കുക. ഞാനെപ്പോഴും അങ്ങനെ. സോ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ആദ്യം ഒരു കവറിലേക്ക് ആക്കിയിടുന്നുണ്ട്. ഇതൊക്കെ വിൻറ്റേജ് സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ജേർണലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ കുറേ ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ പ്രിൻ്റ് എടുത്ത് വെച്ച കുറേ സ്റ്റിക്കേഴ്സുണ്ട്. എല്ലാം ഞാൻ ഈ ഒരു കവറിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെച്ചിട്ട് വലിയ ഐറ്റംസ്, അതായത് ഈ കട്ടർ, പിന്നെ നമ്മളെ ഗ്ലൂ ഗണ്ണ്, അതൊന്നും പെട്ടെന്ന് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനമല്ലേ. ഈ ബൊക്കേസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്, ഇതൊക്കെ ഞാൻ എൻ്റെ വേറൊരു ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ കൊണ്ടാക്കുകയാണ്. ഇനിയുള്ളത് റിബൺസാണ്. റിബൺസ് പിന്നെ അപ്പോൾ പുറത്ത് വെക്കുമ്പം അത് മൊത്തത്തിൽ അതിൻ്റെ കെട്ട് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇതുപോലത്തെ ഒരു ബോക്സിൽ വെക്കാമെന്ന്. ഇത് നമുക്ക് ഈ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങൂലേ, ആ ടൈമിൽ കിട്ടുന്നതാണ്. പിന്നെ ടേക്കി ടൈപ്പും ഡബിൾ സൈഡ് ടാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടേബിൾ ഞാനൊന്ന് മൊത്തത്തിലൊരു ഡെസ്ക് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടാലേ മനസ്സിലാവും ടേബിൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ലുക്ക്. ഫുള്ളൊന്നും കണ്ടില്ലെങ്കിൽ ഹാഫ് ഭാഗമൊക്കെ അതിൽ കാണാൻ പറ്റും. സോ മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറേ ദിവസമായി ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്, ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ കാലമായി. അതുപോലെ ഡെസ്ക് ഡെക്കോറിൻ്റെതും ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ കാലമായി. സോ മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി കിടക്കുന്നത്.
പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് ഓരോ ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ. ഓരോ ടൈമിൽ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സാണ്. ഫസ്റ്റത്തത് ആ ഒരു ബുക്കിൽ വെച്ചതാണ്, അതുകൊണ്ടാണ് ഒരു പത്തിരി പോലെ നിൽക്കുന്നത്. മറ്റേത് പിന്നെ ബുക്കിലൊന്നും വെച്ചില്ല, ഞാൻ ഡയറക്റ്റ് പുറത്ത് വെച്ചിട്ട് തന്നെ ഡ്രൈ ചെയ്തെടുത്താണ്. അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളറ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സല്ലേ, ഞാനിപ്പോൾ ആ കളറുള്ളത് ഞാനൊരു ബാഗിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു ഇതിലേക്ക് ഡ്രൈ ഫ്ലവർ വെക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ ആ ഒരു സൈസിന് പറ്റുന്നതാണ്, പിന്നെ വേറെ ബുക്കിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ ഞാൻ അതിൽ തന്നെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടേബിളിൻ്റെ ഉള്ളിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടേബിൾ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ജേർണൽസും പിന്നെ ബുക്സ് ഡയറീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് സൈഡിലാക്കി വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് ചെയ്യാനുള്ള വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ടേബിളിലേക്ക് വെച്ച് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ അടിച്ച് വാരി. മീൻസ് കുറേ കാർഡുണ്ട് അവിടെയും ഇവിടെ. ഞാൻ റൂമിൽ തന്നെയാണ് എല്ലാം കട്ട് ചെയ്തിട്ട്, അപ്പോൾ അത്യാവശ്യം കാർഡുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി സെറ്റാക്കി. റൂം തന്നെ ഇപ്പോൾ കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നല്ലപോലെ തന്നെ മീൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ഡസ്റ്റും ഈ വേസ്റ്റും ഒക്കെ ഒഴിവാക്കുമെന്ന് ഞാൻ എത്ര വിചാരിച്ചാലും പിന്നെയും ഞാനിങ്ങനെ തന്നെ ചെയ്യുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിക്കുകയും ഫുഡ് കഴിക്കുകയും ചെയ്ത് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വന്നാണ്. എനിക്ക് കുറച്ച് ഫ്രെയിംസ് കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ ഫ്രെയിംസ് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാമ്പർ പിന്നെ രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കുളിച്ചെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇപ്പോഴും ഈ ഒരു ഡ്രസ്സ് തന്നെയാണോ എന്ന് ഒരു കൺഫ്യൂഷൻ വേണ്ട, കാരണം ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇരുന്നതാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നല്ല ഫുള്ളായിട്ടുള്ള ഡ്രസ്സായതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഞാനിത് ഇടാറുള്ളൂ. അങ്ങനെ ഒരു A5 ഫ്രെയിമാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാമിലിയിലേക്കുള്ളതാണ്, ഫ്രണ്ടിന് വീട്ടിൽ വെക്കാനുള്ള ഫ്രെയിമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതുകൊണ്ട് ആ ഫേസ് ഒന്നും കാണുന്ന രീതിയിൽ ഫോട്ടോ പ്രിൻ്റ് കാണുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തില്ല. ആ ടൈമിൽ നല്ലൊരു സൺലൈറ്റൊക്കെ കണ്ടപ്പോൾ പിന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിച്ചാളുക. കാരണം എന്തൊക്കെ പറയേണ്ടത് ചെയ്യേണ്ടതെന്നൊന്നും ഓർമ്മയില്ല. എന്തായാലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആണല്ലോ, കുറേ ക്ലീനിങ്ങും വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ 2025 ഒക്കെ ആവാനായി. എന്താണ് എല്ലാവരുടെയും പ്ലാന്? എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. എന്തെങ്കിലും പുതിയ ഹോബി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഇതുപോലെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ലീവ് ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലേ. എല്ലാവർക്കും നല്ലോണം ഫ്രീ ടൈം ഒക്കെ ഉണ്ടല്ലോ, അപ്പം പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം നല്ലോണം ഉണ്ടല്ലേ. പലർക്കും ബിസിനസ് തുടങ്ങാനൊക്കെ താല്പര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയതൊക്കെ തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ടൈം ആണല്ലോ ഇത്. അതുപോലെ നമ്മൾ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മിനി കലണ്ടറും അതുപോലെ ഫോട്ടോ കലണ്ടർ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ക്രിസ്മസിന് ഫ്രെയിംസിനൊക്കെ കുറേ ഓഫർ ഇട്ട ടൈമിൽ എനിക്ക് ഓർഡർ കുറേ വന്നിരുന്നു, അപ്പോൾ അതിനുള്ള പർച്ചേസിങ്ങിന് പോവാണ്. സോ അവിടെ നിന്ന് അടുത്ത കുറച്ച് ഷോർട്സ് കാണിച്ചു തരാം. പക്ഷേ അധികമൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല. കുറേ ഫ്ലവേഴ്സും പിന്നെ റിബൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട അധികം മെറ്റീരിയൽസ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഞാനിവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യൽ. സോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ച് വരാണ്. അധികം ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കിങ്ങനെ അതിലൊക്കെ നടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി. പിന്നെ ഇത് അതിൻ്റെ സൈഡിലുള്ളൊരു കൈത്തോടാണ് കേട്ടോ. കൈത്തോട് എന്ന് പറയും, ചെറിയൊരു തോട്. മീൻസ് ഇതൊരു വലിയൊരു തോണിലേക്ക് കണക്റ്റ് ആവുന്നതാണ്. നമ്മൾ വീടിന് മുന്നിൽ തന്നെയാണ് ഇത് കണക്റ്റ് ആവുന്ന സ്ഥലമുള്ളത്. പിന്നെ ഈ പറമ്പിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ വയലാണ്. ഇത് തെങ്ങിനൊരു ചരിവുണ്ട്, ഇവിടെ കാണുന്ന എല്ലാ തെങ്ങിനും ഒരു ചരിവുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഈ ഒരു സ്ഥലങ്ങളിലൂടെ ഒക്കെ നടക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ്. ഈ വയലിൻ്റെയും മണ്ണിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പറിക്കലുണ്ട്. ഈ ഒരു വയലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലവറാണിത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സൂര്യനോ പുഴുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ഫ്ലവർ പറിച്ചിട്ട്. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗിൽ. കാരണം പിന്നെ നൈറ്റിലുള്ള കാര്യങ്ങളാണ്, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കുറച്ച് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതിനുള്ളത്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ അതിനനുസരിച്ച് ഇനിയും ഡേ ഇൻ മൈ ലൈഫ്സൊക്കെ ചെയ്യാമല്ലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.